ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ്. നമുക്ക് ചേന കൊണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ആദ്യമേ തന്നെ 1 കപ്പ് ചേന ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ആ ചേന നികക്കെ വെള്ളം കൊണ്ട് ഒഴിച്ച് അടച്ചു വയ്ക്കുക. ഈ ചേന പെട്ടെന്ന് വേവുന്നതാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. വേവാത്ത ചേനയാണെങ്കിൽ വെള്ളം അതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഈ സമയം നമുക്ക് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു സവാള നീളത്തിലരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് വെളുത്തുള്ളിയും ഇഞ്ചിയും സവാള എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് എരിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. 2 പച്ചമുളക് കീറിയിട്ട് ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ചേന വേവിക്കാൻ നേരത്തും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നു. ഇനി ഇതിട്ടൊന്ന് വീണ്ടും നന്നായിട്ട് വഴറ്റുക. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പഴുത്ത തക്കാളിപ്പഴം അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് ആ തക്കാളി വെന്ത് ഉടഞ്ഞ് വരുന്നത് വരെ നമുക്കിത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇടയ്ക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചാലും മതിയാവും. ഞാൻ ഇതൊന്ന് പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് തക്കാളിക്ക് നന്നായിട്ട് ഉടയണം. അതിന് ഉപ്പ് ഇച്ചിരി കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇപ്പോൾ തക്കാളിക്കൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്കിനിയും ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. എല്ലാം നല്ലതായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. നമുക്ക് ചേന വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ചേന വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ചേന വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേവാത്ത ചേനയാണെങ്കിൽ കുറച്ച് നേരം കൂടെ താമസം എടുക്കും. പക്ഷേ ഇത് പെട്ടെന്ന് വേവുന്ന ചേനയായിരുന്നു കേട്ടോ, വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എക്സസ് ആയിട്ട് കുറച്ച് വെള്ളം മാറ്റാം. നമുക്ക് ഇത്രയും ചാറ് വേണ്ടെങ്കിൽ കുറച്ച് വെള്ളം മാറ്റാം. എന്നിട്ട് നമ്മൾ നല്ലതായിട്ട് വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിക്കും എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ചാറ് കുറച്ചുകൂടെ വേണമെന്നുള്ളവർക്ക് നമ്മൾ ഇതിൻ്റെ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം ചേർത്താൽ മതിയാവും. ഞാൻ കുറച്ച് വെള്ളം മാറ്റി. എനിക്കധികം ചാറ് ഇല്ലാത്ത കറിയാണ് ഉള്ളത് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചോറിനൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണ് കേട്ടോ. നമ്മളൊരു ചിക്കൻ കറിയുടെയൊക്കെ ഒരു ടേസ്റ്റിൽ നിൽക്കും. എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും.